Hey guys, welcome back again. So, അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച ഒരു ലാമ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ സർക്കിൾ ഷേപ്പിലുള്ള 3 കാർഡ്ബോർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ കയ്യിലുള്ള കാർഡ്ബോർഡിന്റെ ആ ഒരു തിക്നെസ് അനുസരിച്ചിട്ടാണ്. കുറച്ച് തിക്നെസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയോ. പിന്നെ ഒരു കാർഡ്ബോർഡ് റോൾ എടുത്തു. പിന്നെ അതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നർ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായിരുന്നു. ഞാനത് കട്ട് ചെയ്തതാണ്, പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. പിന്നെ ലൈറ്റ് ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടി. പിന്നെ സെലോ ടാപ്പ് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതാണ്. 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടിഷ്യൂ പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 എണ്ണം എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഈക്വൽ ആയിട്ടുള്ള 4 പീസസ് ആക്കി കിട്ടും. അപ്പോൾ ഈ 4 എണ്ണം എന്ന് പറയുമ്പോൾ ഒന്നിൽ 3 ലെയേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒന്നിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ 6 ലെയേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള 2 എണ്ണം കിട്ടും. ഇനി അടുത്ത പരിപാടി ഏകദേശം എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെയാണ് ഈ സംഭവം ചെയ്തൊക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റാപ്ലെയർ വെച്ചിട്ട് അതിന്റെ നടുവിൽ ഞാൻ പിൻ ചെയ്യാണ് ചെയ്തത്. സ്റ്റാപ്ലെയർ ഇല്ലാതെ ത്രെഡോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വയർ ഒക്കെ യൂസ് ചെയ്തിട്ടോ ആണെങ്കിലും ചെയ്യാം, പക്ഷേ ഇതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിന്റെ അറ്റത്ത് ഇതേപോലെ കേർവ് ആയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അത് തുറന്നിട്ട് ഓരോ ലേയേഴ്സും ഇങ്ങനെ മോളോട്ടാക്കി കൊടുക്കണം. പിന്നെ ഇത് ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ടിഷ്യൂ പേപ്പർ ആണ്. സോപ്പ് നല്ല സൂക്ഷിച്ച് മെല്ലെ ചെയ്താൽ മതി. സോ ഇങ്ങനെയാണ് ഒന്നുണ്ടാക്കുക. അങ്ങനെ ഇതുപോലെയുള്ള ഓൾമോസ്റ്റ് 13 ഫ്ലവേഴ്സ് അങ്ങനെ ഞാൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ സർക്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡ്സ് 3 ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ആക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇതന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഈ കാർഡ്ബോർഡാണ് ഭയങ്കര തിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. 2 എണ്ണമൊക്കെ മതി. ഈ ഒരു സാധനം മൊത്തത്തിൽ അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. ഇനി ആ കാർഡ്ബോർഡ് റോൾ എടുത്തിട്ട് ഈ ഒരു കണ്ടെയ്നറിന്റെ സെന്റർ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഫെയറി ലൈറ്റ് എടുത്തിട്ട് ഇതിനുള്ളിൽ സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞത്. ഗ്ലൂ ഗൺ ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതാണ് കുറച്ചുകൂടി നല്ലത്. അടുത്ത പരിപാടി ഈ ഒരു സംഭവം ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഒരു 6 എണ്ണം ആദ്യത്തെ ലെയറിൽ വെച്ചുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ മുകളിലേക്കായിട്ട് ഒരു ലെയർ കൂടി വെച്ചുകൊടുത്തു. അത് ഞാൻ അധികം വീഡിയോ എടുത്തില്ല, കാരണം എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ പ്ലഗ് വേറെ സ്ഥലത്താണ്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെയർ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആൻഡ് അത് കഴിയുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇത്ര ഒരു സ്ഥലം ബാക്കിയുണ്ട്. ഒരു പോർഷനിലേക്കാണ് ലാസ്റ്റ്, അതായത് 13th ഫ്ലവർ വെച്ചെടുക്കേണ്ടത്. സോ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഒരു ബേസ് ഇല്ലേ, അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ ആ കാർഡ്ബോർഡ് റോളിനും ബേസിനൊന്നും ഞാൻ പെയിന്റ് ഒന്നും കൊടുത്തില്ല. എനിക്ക് തോന്നുന്നത് തന്നെ മതിയെന്ന്, കാരണം വേറെ പെയിന്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. സോ ഇനി ലൈറ്റ് ഓൺ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറെ സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുത്തത്, കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തൊരു റൂമിൽ വന്നിട്ടാണ് വീഡിയോ എടുത്തത്. ശരിക്കും ഇതിൻ്റെ ലാസ്റ്റ് നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, വീഡിയോയിൽ വേറൊരു ലൈറ്റാണ്, പക്ഷേ ശരിക്കും ഇത് വാം ലൈറ്റാണ്. ആൻഡ് ഇതിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ജേർണൽ ചെയ്യാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.